എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഈ ഒരാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് വ്യാഴം 3-ാം ഭാവത്തിലും ശനി 12-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പം 7.5 ശനിയുടെ സമയമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാതെ ഇരിക്കുന്നതായ അവസ്ഥകളൊക്കെ പറയാം. അപ്രതീക്ഷിതമായി വരുന്ന ധനനഷ്ടങ്ങളും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവത്തോടുകൂടി ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക. ധനനഷ്ടം വരുന്നതായ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനിരിക്കുന്നവരും യഥാവിധി നോക്കി ആലോചിച്ചതിന് ശേഷം മാത്രം പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുക. 3-ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സഹായങ്ങൾ പോലും തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയെ നൽകും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാതിരിക്കുന്നതും നമുക്ക് പിന്നീട് വരുന്ന മനോക്ലേശങ്ങളിൽ നിന്ന് നമുക്ക് പിന്മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഈ ക്ലേശങ്ങളൊക്കെ മാറി ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും ജീവിത പുരോഗതിക്കുമൊക്കെ വേണ്ടിയിട്ട് സമീപത്തുള്ള അയ്യപ്പസ്വാമിക്ക് എള്ളുകിരി കത്തിക്കുന്നതും ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തി പ്രാർത്ഥിച്ച് തുളസിമാല സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ 11-ാം ഭാവത്തിലെ ശനി 2-ലെ വ്യാഴം ഇവയൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുന്നുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായ ഫലങ്ങൾ നൽകുന്നുണ്ട്. ഗൃഹസ്ഥാനത്ത് പൊതുവെ സമാധാന അന്തരീക്ഷമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം. അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള പ്രവർത്തന മേഖലകൾക്ക് മികവ് പുലർത്താനായിട്ട് ഈ നക്ഷത്രക്കാർക്കൊക്കെ സാധിക്കുന്നതാണ്. ഈ സമയത്തെ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്തി ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താനായിട്ടും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മകരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മവ്യാഴവും 10-ാം ഭാവത്തിലെ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കണ്ടകശനി ദോഷം ഈ നക്ഷത്രക്കാർക്ക് പറയാം. തൊഴിലംഗങ്ങളൊക്കെ വളരെ ആലോചിച്ച് മുന്നോട്ട് പോവുക. അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റങ്ങളൊക്കെ തൊഴിൽ സ്ഥാനത്ത് വന്നു ചേർന്നേക്കാം. അതുപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലമായിരിക്കും ഇവർക്ക് അനുഭവയോഗ്യമാക്കുക. വിദേശ യാത്രകൾക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. പുതിയ തൊഴിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് വന്നു ചേരുമെങ്കിൽ തന്നെയും പല വിധത്തിലുള്ള മാനസിക പ്രയാസങ്ങളും തൊഴിൽ രംഗത്ത് അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലത്ത് സംജാതമായേക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാതിരിക്കാനും ഈ നക്ഷത്രക്കാരൻ ശ്രദ്ധിച്ചേക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര പരീക്ഷകളുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മടി ആലസ്യതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠനക്രമങ്ങൾ സ്വീകരിക്കാനും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ തിങ്കളാഴ്ചകളിലും ദേവീക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്രപുഷ്പം നടത്തുന്നതും ഹനുമാൻ സ്വാമിക്ക് ബുധനാഴ്ച ദിവസം വെറ്റിലമാല സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പുണർദത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുത്തുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം. എന്നിരുന്നാലും ജീവിതത്തിൽ പൊതുവെ സന്തോഷപരമായിട്ടുള്ള സമയങ്ങളാണ് ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണിക്കുന്നത്. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അന്യദേശത്ത് ജോലികളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷകൾ നൽകുന്നതായ സാഹചര്യങ്ങളുമാണ് ഈ ഒരാഴ്ചക്കാലം അവർക്ക്. ഈ ഒരാഴ്ച നടക്കുന്ന മത്സര പരീക്ഷകളിലൊക്കെ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാനും അവർക്കുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം. മകം, പൂരം, ഉത്രത്തിക്കാൽ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി, അഷ്ടമത്തിലെ ശനിയുടെ സ്ഥിതി ഇവയൊക്കെ ഏറെ ഗുണപരമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നൽകുന്നതാണ്. പൊതുവെ ഗൃഹ അന്തരീക്ഷം സമാധാനപൂർണ്ണമാകുന്നതും ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി ആരോഗ്യസ്ഥിതി കൈവരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. അതുപോലെ ഏറെ നാളെ പ്രതീക്ഷിക്കുന്ന കാര്യസാധ്യങ്ങളൊക്കെ ഉണ്ടാകും. പൂർവികമായ സ്വത്തിനെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അന്യദേശത്ത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പൊതുവെ എല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ തന്നെയും നമ്മുടേതായ പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടുവരുന്ന ക്ലേശങ്ങൾ മറ്റുള്ളവരുടെ ശത്രുത പിടിച്ചുപറ്റാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച കാണുന്നുണ്ട്.
അതുപോലെ വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമം. ഉത്രത്തെ മുക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലെ വ്യാഴം, 7ാം ഭാവത്തിലെ ശനി, 6ലേക്ക് സഞ്ചരിക്കുന്ന ചൊവ്വ, 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, ബുധൻ, രാഹു, 12ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഇവയൊക്കെ ജീവിതത്തിൽ ഗുണദോഷ മിശ്രിതമായ ഫലത്തെ നൽകും. 7ാം ഭാവത്ത് നിൽക്കുന്ന കണ്ടകശനി പലവിധത്തിലുള്ള മനോക്ലേശങ്ങൾക്ക് കാരണമായേക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായ വ്യാധികൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. മൂത്രാശയ സംബന്ധമായ ക്ലേശങ്ങളുള്ളവർ വൈദ്യസഹായം തേടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കഴിയാവുന്നതും മാറ്റി തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മുന്നോട്ട് പോകാനായിട്ടും ഈ നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതാണ്. ചിത്തിരത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് നേടിത്തരുന്നതാണ്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പൊതുവെ ക്ലേശങ്ങളൊക്കെ മാറാനായിട്ട് ഉപകരിക്കുന്നതാണ്. രോഗാദി ക്ലേശങ്ങളൊക്കെ നീങ്ങി ആരോഗ്യപരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. 5ാം ഭാവത്ത് നിൽക്കുന്ന ചൊവ്വ, രാഹു ഈ സ്ഥിതി മനോക്ലേശങ്ങൾക്ക് കാരണമായേക്കാം. സന്താനങ്ങൾ നിമിത്തം മനോക്ലേശങ്ങൾക്ക് കാരണമായേക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഉണ്ടാവും. സന്താനങ്ങൾ നിമിത്തം ദുഃഖിക്കേണ്ട സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2ഉം 11ഉം ഭാവാധിപന്മാരായി നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥാനവും അനിഷ്ടസ്ഥാനവും കൊണ്ട് ഇവർക്ക് പലവിധത്തിലുള്ള ധനനഷ്ടങ്ങളോ ഗൃഹസ്ഥാനത്ത് നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നതാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളും മുൻകരുതലോടുകൂടി പോകാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷാദകാലം അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം എല്ലാവിധത്തിലുള്ള മനോക്ലേശങ്ങൾക്കും കാരണമായേക്കാം. പലവിധത്തിലുള്ള അപവാദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം വന്നു ചേർന്നേക്കാം. അതുകൊണ്ട് തന്നെ കഴിയാവുന്നതും എല്ലാ കാര്യങ്ങളും ആലോചിച്ചും ചിന്തിച്ചും മാത്രം പ്രവർത്തിക്കുക. 5ാം ഭാവത്ത് നിൽക്കുന്ന ശനി പലവിധത്തിലുള്ള മനോക്ലേശങ്ങൾക്കുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. 4ാം ഭാവത്ത് നിൽക്കുന്ന രാഹു, കുജ, ബുധൻ്റെയൊക്കെ യോഗം വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ നിമിത്തം അപകടത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ നക്ഷത്രക്കാരെല്ലാവരും ഈ ഒരാഴ്ചക്കാലം കഴിയാവുന്നതും ഏറെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. വാഹനങ്ങൾ നിമിത്തമോ ആയുധം നിമിത്തമോ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം പറയുന്നതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരെല്ലാവരും തന്നെ കൃത്യമായിട്ടും സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും മുൻകരുതലോടുകൂടി മുന്നോട്ട് പോകുന്നതും ഏറെ ഉപകരിക്കുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാലം ഉൾപ്പെട്ട ധനുക്കൂറുകാരെ സംബന്ധിച്ച് 4ാം ഭാവത്ത് ശനി സഞ്ചരിക്കുന്നത് കണ്ടകശനിയുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ സ്വഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പുതിയ ഗൃഹങ്ങളൊക്കെ പണിയാനായിട്ട് ആരംഭിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സാഹചര്യത്തെ നൽകും. എങ്കിൽ തന്നെയും ഗൃഹനിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മറ്റോ ഗൃഹനിർമ്മാണത്തെ നീട്ടിക്കൊണ്ടുപോകേണ്ടതായ സാഹചര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാം. സ്വന്തമായിട്ട് അനുഭവിച്ചു വരുന്ന ഭൂമികളൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭൂമി നിമിത്തം മറ്റു ജനങ്ങളുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. 3ാം ഭാവത്ത് നിൽക്കുന്ന ചൊവ്വ, രാഹു ഇവ പലവിധത്തിലുള്ള മനോക്ലേശങ്ങൾക്കും പിടിവാശികൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് അറിയാവുന്നതും അവരുടെ പിടിവാശികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ശത്രുത മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷശാന്തിക്കും ശത്രുദോഷശാന്തിക്കും വേണ്ടിയിട്ട് ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തിരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് 6ാം ഭാവത്ത് സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി എല്ലാ കാര്യങ്ങൾക്കും തടസ്സ വിഘ്നങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ശാരീരിക ക്ലേശങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരാഴ്ചക്കാലമായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അസുഖങ്ങൾക്ക് വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2ാം ഭാവത്ത് നിൽക്കുന്ന പാപഗ്രഹങ്ങൾ വിദ്യയുടെ കാര്യത്തിൽ മടി ആലസ്യതയെ നൽകും. അതുകൊണ്ട് തന്നെ വിദ്യയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. SLC +2 പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ
സരസ്വതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി സരസ്വതി മൂലമന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും മടികളും പിന്നത്തേക്ക് വെക്കുന്നതായ സ്വഭാവവിശേഷങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും അപ്പോൾ ചെയ്തു പോകുന്നതായ പ്രവർത്തന രീതിയും ജീവിതത്തിൽ പിന്തുടരുക. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെട്ട കുംഭക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പലവിധത്തിലുള്ള മനോസൗഖ്യങ്ങളും നൽകും. എന്നിരുന്നാൽ തന്നെ ലഗ്നത്തിലെ പാപഗ്രഹങ്ങളും 2-ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതിയും പലവിധത്തിലുള്ള ധനനഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമായേക്കാം. മുൻവിധിയോടുകൂടി ഒരു കാര്യത്തെയും സമീപിക്കാതിരിക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറെ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നത്. ആ ദിവസങ്ങളെ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമുക്ക് ക്ലേശമായിട്ട് വന്നു ചേർന്നേക്കാം. സഹോദരങ്ങൾ നിമിത്തം മനോക്ലേശങ്ങൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കഴിയാവുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാൽ തന്നെയും 5-ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതിവിശേഷം കൊണ്ട് ഏറെ നാളായിട്ട് നമ്മുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ആ ഒരു കാര്യത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് കൈക്കൊള്ളാനായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിജയത്തെ കൈവരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. അതിന് കഴിയാവുന്നതും പ്രയോജനപ്പെടുത്തുക. ദേവീക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ദീപം സമർപ്പിച്ച് നാരങ്ങ ദീപം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിരിക്കും. പൂരുരുട്ടാതി കാലം ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനിയുടെ സമയമാണ്. 4-ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം വാഹന ഗൃഹ യോഗത്തെ നൽകുന്നതാണ്. 12-ാം ഭാവത്ത് നിൽക്കുന്ന രാഹു, ചൊവ്വ, ശുക്രൻ, ബുധൻ ഇവ പലവിധത്തിലുള്ള ക്ലേശങ്ങളും ശുഭം അശുഭ ഫലങ്ങളെയൊക്കെ മാറി മാറി ജീവിതത്തിന് അനുഭവയോഗ്യമാക്കും. വാഹനങ്ങളൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളും വാഹനം മേടിക്കുന്നതിനുള്ള യോഗങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങളുടെ ലാഭത്തെയും പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗൃഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം. പൊതുവെ ഇവരെ സംബന്ധിച്ച് ജന്മശനിയുടെ സമയമാണെങ്കിൽ പോലും ഇവരുടെ മനോബലം കൊണ്ട് തന്നെ പലവിധ പ്രശ്നങ്ങളും തരണം ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചേക്കാം. എന്നിരുന്നാലും 12-ാം ഭാവത്തിലെ പാപഗ്രഹങ്ങളുടെ യോഗം അപ്രതീക്ഷിതമായ ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. വിജയത്തിനൊക്കെയുള്ള സാഹചര്യങ്ങളും സംജാതമാകും. ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും ഏറെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഈ ഒരാഴ്ചക്കാലം ഇവരുടെ അനുഭവത്തിൽ വരിക. ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം സമീപത്തുള്ള അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്നതായ അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരും അവരവരുടെ ദോഷശാന്തിക്കുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ഈശ്വരാധീനം വഴി നമ്മുടെ ജീവിതത്തിന് ഭാഗ്യസിദ്ധിയും നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ ബലസിദ്ധിയും ലഭിക്കുന്നതാണ്. പരിസര പരീക്ഷകളുടെ സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും പഠന വിജയത്തിനും പഠന മികവിനും വേണ്ടിയിട്ട് സമീപത്തുള്ള ദേവീക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്യുക. ഓരോ നക്ഷത്രക്കാർക്കും വേണ്ട വഴിപാട് വിവരങ്ങൾ എപ്രകാരമാണ് നടത്തേണ്ടതെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്തവണ SLC +2 പരീക്ഷ എഴുതുന്നവരൊക്കെ ആ വീഡിയോ കേട്ട് അവരുടെ നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്നതായ വഴിപാടുകൾ ചെയ്ത് വിദ്യാവിജയത്തെ കൈവരിക്കുക. വിദ്യാധനാണ് സർവ്വതാൽ പ്രധാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുതൽക്കൂടായിട്ടുള്ളത് വിദ്യ തന്നെയാണ്. ആ വിദ്യയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ആ നമ്മുടെ മനോബലത്തിനും വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് വഴിപാടുകൾ പറഞ്ഞിരിക്കുന്നത്. അവർ പഠിക്കുന്ന കാര്യത്തിന് മനോബലത്തോടുകൂടി ആ വിദ്യയെ സമീപിക്കാനാണ് വഴിപാടുകൾ കൊണ്ട് ഉപകരിക്കുക. എല്ലാവരും പറഞ്ഞിരിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് മൂകാംബിക ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.